ശ്രീ ഷംസുദ്ദീൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങൾ പതിവ് ശൈലി വിട്ടുകൊണ്ട് വനിതകൾക്ക്, പ്രത്യേകിച്ച് യുവാക്കളായ വനിതകൾക്ക് അവസരം നൽകി. അവരൊക്കെ തന്നെ വിജയിച്ചു. ഇപ്പോൾ ഫാത്തിമ തെഹ്രിയ, നജ്മ തബ്ഷീറെ പോലുള്ളവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരൊക്കെ തന്നെയും നന്നായി പ്രകടനം കാഴ്ചവെക്കുന്നവരും നന്നായി രാഷ്ട്രീയം പറയുന്നവരുമായ വനിതകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ലീഗും ആ നിലയ്ക്ക് മാറുന്നു. ആ നിലയ്ക്ക് സ്ത്രീകളെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ സ്ത്രീകൾ ആ നിലയ്ക്ക് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതിനധികം അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ മുന്നേറ്റത്തെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനകത്തുണ്ടാകുന്ന പടലപ്പിണക്കങ്ങളിൽ ലീഗിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. പലപ്പോഴും പരസ്യമായി തന്നെ ചില നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റക്കെട്ടായി മുന്നേറിയ കാഴ്ച, വലിയ വിജയം ഉണ്ടായ കാഴ്ച, ഇപ്പോൾ നിങ്ങൾക്കും കോൺഗ്രസിലുള്ള വിശ്വാസം ഉയർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചരിത്രമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ഒരു ഇടതു മേൽക്കോയ്മ ഉണ്ടാവാറുണ്ട്. CPM-ൻ്റെയും ഇടതു മുന്നണിയുടെയും കോട്ടക്കൊത്തളങ്ങൾ തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഫലം പരിശോധിച്ചാൽ നമുക്ക് വളരെ പ്രകടമായിട്ട് അത് കാണാൻ കഴിയും. കാരണം കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന, CPM-ൻ്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്തുകൾ ഇന്ന് UDF-ലേക്ക് മാറി. മുനിസിപ്പാലിറ്റികളിൽ UDF-ൻ്റെ ഒരു വലിയ തേരോട്ടമാണ് നടന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ 3-2 മുനിസിപ്പാലിറ്റികളും UDF പിടിച്ചടക്കുന്ന സാഹചര്യമുണ്ടായി. കോർപ്പറേഷനുകൾ അറിയാം, കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ, അതൊക്കെ നമ്മൾ രാവിലെ തൊട്ടേ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ വലിയൊരു മുന്നേറ്റം UDF നടത്തിയത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അത് വളരെ പ്രകടമാണ്. ഭരണവിരുദ്ധ വികാരം, പിണറായിസത്തിനെതിരായ ഒരു വലിയ വികാരം, CPM-ൻ്റെ അപജയത്തിനെതിരായൊരു വികാരം, അതുപോലെ തന്നെ ഭരണരംഗത്ത് വന്ന പോരായ്മകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ഇപ്പോൾ ഇവിടെ അരുൺകുമാർ പറഞ്ഞു എല്ലാം ഭദ്രമാണ്, ഭരണവിരുദ്ധ വികാരമില്ലാന്ന്. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റിന്, ഒരു ചികിത്സക്ക് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരത് അനുഭവിക്കുകയാണ്. മറ്റു മേഖലകളിൽ അവരത് അനുഭവിക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തെ വലിയ തോതിൽ അവരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കതിൽ വലിയ അമർഷമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തന്നെ ഞങ്ങൾക്കത് പ്രകടമായതാണ്. വളരെ കൃത്യമായി വിശ്വാസികളുടെ ഒരു അമർഷം, അതൊരു കൊടുങ്കാറ്റായി ഈ ഗവൺമെൻറ്റിനെതിരെ, ഈ ഇടതു മുന്നണിക്കെതിരെ വരുമെന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ ബോധ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ തരാതരം പോലെ വർഗീയത കളിക്കുന്ന CPM-ൻ്റെ, പ്രത്യേകിച്ച് പിണറായിയുടെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, സ്വന്തം നിലക്ക് തന്നെ തരാതരം പോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ തരത്തിന് ഉപയോഗിക്കുക. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു രീതിയിലായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം കൈവിട്ടപ്പോൾ പിന്നെ ഭൂരിപക്ഷത്തെ പിടിക്കുന്ന ഒരു സമീപനം. ഇവിടെ ഇപ്പോൾ 2 ദിവസം മുമ്പ് തോമസ് ഐസക് പറഞ്ഞു BJP നല്ലൊരു ശതമാനം CPM വോട്ട് കൊണ്ടുപോയിന്ന്. അതും നിങ്ങൾ കാണേണ്ടതാണ്. സത്യത്തിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ബംഗാളിൻ്റെ ആവർത്തനമായിരിക്കും. CPM-ൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ അനിൽകുമാർ എന്ത് പറഞ്ഞാലും ശരി, തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കൂ. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, CPM-ൻ്റെ വലിയ കോട്ടകളെല്ലാം തകർന്ന് നിലംപരിശായ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പാലക്കാടായിരുന്നാലും പിന്നീട് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതിന് മുമ്പേ ഉണ്ട്. അതൊക്കെ UDF സീറ്റുകളാണ്. തൃക്കാക്കരയായാലും അതുപോലെ തന്നെ പുതുപ്പള്ളി ആയാലും ഒക്കെ. എന്നാലും പക്ഷെ അവിടെയൊക്കെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള സംഗതികൾ, അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ യോജിപ്പോടുകൂടി UDF വളരെ ഗൃഹപാഠം ചെയ്ത് പ്രവർത്തിച്ചു എന്നുള്ളൊരു മേന്മ ഇതിലുണ്ട്. ഈ രീതി തീർച്ചയായും തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇത് ഒരു കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ഒരു പരിധിവരെ പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും 2026 ഉണ്ടാകും എന്ന് കേരളത്തിൽ, പിന്നെ ഇന്ത്യയിലാകെ CPM-നുള്ള കേരളത്തിലെ ഭരണം നഷ്ടപ്പെടും. അതിന് ഈ വലിയ തോതിലുള്ള ധൂർത്തും അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാൻ പോവാണ്. പിന്നെ നിങ്ങൾ ലീഗിനെ കുറിച്ച് പറഞ്ഞ 1-2 സംഗതികൾ. ലീഗ് എന്നും UDF-ൻ്റെ ഐക്യത്തിന് വേണ്ടി, UDF-നെ ശാക്തീകരിക്കാൻ വേണ്ടി വളരെ ശക്തമായി നിന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. ഈ തവണ അതിൻ്റെ സീറ്റുകളുടെ എണ്ണം UDF-ന് വലിയ നേട്ടമുണ്ടായപ്പോൾ ലീഗിനും വലിയ നേട്ടങ്ങളുണ്ടായി. സീറ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായി. ലീഗിൻ്റെ മേഖലകളിൽ അതിശക്തമായ മുന്നേറ്റം ഉണ്ടായി. ഇപ്പം മലപ്പുറം ജില്ലയിൽ
പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ തന്നെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം UDF ആണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം UDF ആണ്. ഗ്രാമപഞ്ചായത്തിൽ 2 അക്കത്തിൽ താഴെയാണ് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അവസ്ഥ. 90% പഞ്ചായത്തുകളും പിന്നെ UDF-നാണ്, ലീഗിനും UDF-നുമാണ്. അത് കോഴിക്കോട് ജില്ലയിലും ആ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. കോർപ്പറേഷനിൽ 4 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് CPM-ന് ഭരണം നിലനിർത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ UDF പിടിച്ചെടുത്തു. വയനാട് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തി. അപ്പോൾ അങ്ങനെ വലിയ മുന്നേറ്റം കണ്ണൂർ ജില്ലയിൽ പോലും, കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തിയത് മാത്രമല്ല, വലിയ മുന്നേറ്റങ്ങൾ പഞ്ചായത്തിലുണ്ടായി, ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ 1 സീറ്റിനാണ് ജില്ലാ പഞ്ചായത്ത് UDF-ന് നഷ്ടമാകുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടെ മൊത്തം എണ്ണം പരിശോധിച്ചാലും UDF വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ജില്ലാ പഞ്ചായത്ത് സീറ്റ് എന്ന് പറയുന്നത്, അതിലെ വോട്ടെന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ വോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം UDF-ലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ വനിതകളായ യുവതികളെയൊക്കെ അവസരം കൊടുത്തു, അവരൊക്കെ നന്നായി വിജയിച്ചു വന്നു എന്നത് ലീഗിനെ സംബന്ധിച്ച് സ്മൃതി പറഞ്ഞു. ഇത് നമ്മൾ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ നജ്മ തബ്ഷീറൊക്കെ ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് മെമ്പറാണ്, ബ്ലോക്ക് മെമ്പറാണ് നിലവിൽ പെരിന്തൽമണ്ണയിലെ. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നൊക്കെ വനിതകൾക്ക് റിസർവേഷൻ വന്നിട്ടുണ്ടോ, വളരെ വിദ്യാസമ്പന്നരായ നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്നവർ അന്ന് തൊട്ടേ, ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ മറ്റ് വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒക്കെ ലീഗിലെ വനിതകൾ വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവരെയൊക്കെ അതിനു വേണ്ടി അത്തരം ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്തവണയും അത് നന്നായിട്ട് കൊടുത്തു. യൂത്ത് ലീഗിലെയും അതുപോലെ തന്നെ ഹരിതയിലെയും ഒക്കെ പെൺകുട്ടികൾ നല്ല നിലയിൽ മത്സരിച്ചു. അവർ പല വാർഡുകളും ജയിച്ചടക്കി എന്നുള്ളതാണ്. ഇടതുപക്ഷ വാർഡുകളിൽ ചെന്ന് അതൊക്കെ പിടിച്ചടക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ ക്ലിയറാണ്. CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ UDF-ൻ്റെ മുന്നേറ്റമാണ്. ഈ BJP-ക്ക് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെറിയ നേട്ടങ്ങളുണ്ട്, വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അത്രയും വലിയ എഫർട്ട് അവരെടുത്തിട്ട് വലിയ മുന്നേറ്റമൊന്നും കേരള ജനത അവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അത് CPM-ൻ്റെ കാലിലെ കാലിനടിയിലെ മണ്ണാണ് അങ്ങോട്ട് ഒഴുകിപ്പോകുന്നത് എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.